യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ രക്തസ്രവക്കാരിയ സ്ത്രീയെ സൗഖ്യം പ്രാപിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിപ്പാൻ ഇടയായിത്തീർന്നു. അവൾ സൗഖ്യം പ്രാപിച്ച വിവരമാണ് നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. അവൾക്ക് ഉണ്ടായ വിശ്വാസം, ആ വിശ്വാസം പ്രതിബന്ധങ്ങളെ അതിജീവിക്കുവാൻ അവളെ ബലപ്പെടുത്തി. അഥവാ ദൈവശക്തി അവളിലേക്ക് വ്യാപരിച്ച് പ്രതിസന്ധികളെ മറികടക്കുവാൻ അവളെ പ്രേരിപ്പിച്ചു. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും. നാം കർത്താവ് യേശുക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വരാവുന്ന സകല പ്രതിസന്ധികളെയും ആ ദൈവശക്തിയാൽ നമുക്ക് അതിജീവിപ്പാൻ കഴിയും. അതാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അതിൻ്റെ ബാക്കിയായിട്ടുള്ള വേദഭാഗമാണ്. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, 47-ാം വാക്യം. അതായത് യേശു പറഞ്ഞു, എന്നെ ഒരാൾ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഞാൻ അറിഞ്ഞു എന്ന് യേശു പറഞ്ഞിട്ട് ഈ സ്ത്രീക്കുണ്ടായ മനോഭാവത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. താൻ മറിഞ്ഞിരിക്കുന്നില്ല എന്ന സ്ത്രീ കണ്ട് വിറച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ വീണു. അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായതും സകല ജനവും കേൾക്കെ അറിയിച്ചു. യേശു അവളോട്, 48-ാം വാക്യം, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. നോക്കിക്കേ, ഇവളുടെ ജീവിതത്തിൻ്റെ ഒരവസ്ഥ. 12 വർഷം ഈ രോഗത്താൽ അവൾ പിടിക്കപ്പെട്ടു. അവൾക്കുള്ളതെല്ലാം അവൾ വിറ്റുപെറുക്കി. അവളുടെ സമ്പാദ്യം മുഴുവനും ഈ രോഗത്തിന് വേണ്ടി അവൾ ചെലവഴിച്ചു. ഒരു രോഗം വന്നു എന്ന് മാത്രമല്ല, അവളുടെ ജീവിതത്തെ അത് മുഴുവനും ശൂന്യമാക്കി കളഞ്ഞു. എന്നെ വിളിക്കുന്ന പലരും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ശൂന്യതകളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അവരുടെ പണം ചോർന്നു പോകുന്നു, അവരുടെ സമ്പത്ത് നശിച്ചു പോകുന്നു, മുമ്പോട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കുവാൻ കഴിയാത്തതായ അവസ്ഥ. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു സ്പർശനം മതി നിൻ്റെ അവസ്ഥ മാറുവാൻ. അതെ, ഈ സഹോദരിക്ക് ഉണ്ടായ അവസ്ഥ നോക്കിക്കേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രോഗം വരിക മാത്രമല്ല, ആ രോഗം മാറുന്നില്ല. സാധാരണയായിട്ട് ആളുകൾ ചെയ്യുന്നതായ മെഡിസിൻസ് എല്ലാം അവൾ ചെയ്തു നോക്കി, വിവിധ വൈദ്യന്മാരെ കണ്ടു. പക്ഷേ അവൾക്ക് യാതൊരു വ്യത്യാസവും സംഭവിച്ചില്ല. എന്ന് മാത്രമല്ല, അവൾക്കുണ്ടായ വ്യത്യാസം എന്ന് പറയുന്നത് അവളുടെ സമ്പത്ത് മുഴുവനും ചോർന്നുപോയി. അവൾ വളരെ സാധുവായ ഒരു സ്ത്രീയായിട്ട് മാറി. പക്ഷേ ഈ സമയത്താണ് പ്രകാശകിരണം കടന്നു വരുന്ന പോലെ യേശുവിനെക്കുറിച്ചുള്ള വാർത്ത അവൾ കേൾക്കുകയാണ്. ആ വാർത്ത കേട്ടപ്പോൾ യേശുവിനെ സൗഖ്യമാക്കും എന്നുള്ളതായ ആ വിശ്വാസം അവളിലേക്ക് വന്നു. ധാരാളം പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷേ അവയെല്ലാം ആ വിശ്വാസത്തോടൊപ്പം വന്ന ദൈവത്തിൻ്റെ സഹായത്താൽ ആ പ്രശ്നങ്ങളെല്ലാം അവൾ മറികടന്ന് ഇപ്പോൾ അവൾ യേശുവിന് മുമ്പിൽ നിൽക്കുകയാണ്. മാത്രമല്ല, ശക്തി യേശുവിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, സാധാരണയായിട്ട് ഇവൾ ഒരാളെ തൊട്ടാൽ അവർ അശുദ്ധരാകും. അങ്ങനെയാണെങ്കിൽ യേശു അശുദ്ധനാകേണ്ടതാണ്. പക്ഷേ യേശു അശുദ്ധനായില്ല, മറിച്ച് യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ടു. എന്ന് മാത്രമല്ല, രോഗം സൗഖ്യമായി തീർന്നു. നമ്മുടെ പാപത്തെ കൊണ്ട്, നമ്മളുടെ ശാപങ്ങളെ കൊണ്ട് നാം യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. തീർച്ചയായിട്ടും അവൻ്റെ സൗഖ്യത്തിൻ്റെ കരം നിങ്ങളുടെ മേൽ നീട്ടും. നിങ്ങളുടെ പാപങ്ങളെ അവൻ മാറ്റിത്തരും, നിങ്ങളുടെ ശാപങ്ങളെ അവൻ നീക്കിത്തരും, നിങ്ങളുടെ പ്രശ്നങ്ങളെ അവൻ പരിഹരിച്ചു തരും. അതാണ് നമുക്കിവിടെ കാണുന്നതായ സന്ദേശമെന്ന് പറയുന്നത്. ഈ സ്ത്രീ വളരെയധികം ഭയപ്പെട്ടുകൊണ്ട് വിറച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ വീണു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആരും അറിയാതെ തൊട്ടിട്ട് പോകുവാൻ ആഗ്രഹിച്ചവൾ യേശുവിൻ്റെ കാൽക്കൽ വീഴുക. കാരണം അവൾക്കിപ്പോൾ മനസ്സിലായി, ഞാൻ സൗഖ്യമായിരിക്കുന്നു. ജീവിതം രൂപാന്തരപ്പെട്ട് കഴിഞ്ഞു. യേശുവിന് മുമ്പിൽ വന്നപ്പോഴേക്കും, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കലേക്ക് തൊട്ടപ്പോഴേക്കും ജീവിതം മുഴുവൻ രൂപാന്തരപ്പെട്ടു. അവളുടെ രോഗസൗഖ്യമായി. അവൾക്കൊരു പുതിയ പ്രതീക്ഷ കടന്നു വരുന്നു. ആളുകളെല്ലാവരും അവളുടെ അടുക്കിലേക്ക് ഓടിക്കൂടുന്നു. അവളിൽ നിന്നും അവർ കേൾക്കുന്നു. സാധാരണയായിട്ട് അവൾ അടുത്തു വരുമ്പോൾ ഓടേണ്ടതായ ആളുകൾ ഓടുന്നില്ല, മറിച്ച് അവളുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടെ കേൾക്കുക. ഞാൻ വിശ്വസിക്കുന്നു, ഷീ ബിക്കേം എ പ്രീച്ചർ. അവൾ ദൈവരാജ്യം പ്രസംഗിക്കുന്നവളായിട്ട് മാറി. നോക്കിക്കുക, അവസ്ഥ നോക്കിയൊക്കെയാണ്. എന്നും ഇങ്ങനെയാകും എന്ന് പ്രതീക്ഷിച്ച സ്ഥാനത്ത് കർത്താവിൻ്റെ സ്പർശനം അവളെ വ്യത്യസ്തയാക്കി മാറ്റി. എന്നെ ഇവിടെ വളരെയധികം ചിന്തിപ്പിച്ചതായൊരു വാക്യം, അടുത്ത വാക്യമാണ്. അവൻ അവനോട്, മകളേ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകാം.
എന്ന് പറഞ്ഞാൽ നിനക്ക് ഇപ്പോൾ മുതൽ സമാധാനം വന്നു കഴിഞ്ഞോ, ഈ സമാധാനത്തോട് പൊക്കോ, ഇനി നിൻ്റെ ജീവിതത്തിൽ എന്നും സമാധാനമാണ്. ഇന്ന് കണ്ട മിസ്രൈമിനെ നീ മേലാൽ കാണുകയില്ല. ഇന്ന് കണ്ട ഈ രോഗശക്തി ഇനി മേലാൽ നിൻ്റെ ശരീരത്തിലേക്ക് വരികയില്ല എന്ന് മാത്രമല്ല, നിൻ്റെ നഷ്ടപ്പെട്ടതെല്ലാം തന്നെ ദൈവം നിനക്ക് മടക്കിത്തരാൻ പോകുകയാണ്. അതുകൊണ്ട് നീ വളരെ സന്തോഷത്തോടെ പൊക്കോളൂ. പക്ഷേ യേശു അവളെ അഭിനന്ദിച്ചൊരു കാര്യമുണ്ട്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ദൈവവചനം കേൾക്കുക മാത്രമല്ല, ആ വിശ്വാസം നമ്മളോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ മാത്രമേ ആ വിശ്വാസം നമ്മളിൽ പൂർണ്ണമായി മാറത്തുള്ളൂ. പലരും വിശ്വസിക്കും, ആ വാക്ക് മാത്രം വിശ്വസിക്കും, പക്ഷേ ആ വിശ്വാസം ആവശ്യപ്പെടുന്നതായ പ്രവൃത്തികൾ നമ്മൾ ചെയ്യാറില്ല. അവളിലേക്ക് കടന്നു വന്നതായ ഈ വിശ്വാസം അവളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൾ ചെയ്തു. അവൾ ആ വീടിൻ്റെ 4 ചുവരുകൾക്ക് വെളിയിലേക്ക് അവൾ കടന്നു വരാൻ വിശ്വാസം പറഞ്ഞപ്പോൾ അവൾ അതുപോലെ ചെയ്തു. പുരുഷാരത്തെ ഭയപ്പെടേണ്ട എന്ന് വിശ്വാസം പറഞ്ഞപ്പോൾ അവൾ ഭയപ്പെട്ടില്ല. യേശുവിൻ്റെ വസ്ത്രത്തിന് തൊങ്ങൽ തൊഴുവാൻ വിശ്വാസം അവളോട് ആവശ്യപ്പെടുമ്പോൾ അവൾ അത് ചെയ്തു. നോക്കിക്കേ, ഇവിടെയാണ് അവളിൽ ആ ദൈവപ്രവൃത്തി കാണുവാനിടയായി തീർന്നത്. നമ്മുടെയും ജീവിതത്തിൽ നാം ഭയപ്പെടാതെ ദൈവസന്നിധിയിൽ ദൈവം നമ്മോട് പറയുന്നതായ വചനത്തിൻ്റെ മുമ്പിൽ വിശ്വാസത്തെ സ്വീകരിച്ചുകൊണ്ട് ആ വിശ്വാസം ആവശ്യപ്പെടുന്നതായ പ്രവൃത്തികൾ നാം ചെയ്യുമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനിടയായിത്തീരും. അതേ, ദൈവം ഒരിക്കലും നിനക്ക് ഒന്നും ദോഷമായി ചെയ്യുകയില്ല. എല്ലാം ദൈവം നിനക്ക് നന്മയ്ക്കായി ചെയ്യുന്നതായ കർത്താവാണ്. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങൾ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും ഓരോരുത്തരും നിറഞ്ഞു വരട്ടെ. കർത്താവേ സ്തോത്രം. ആരെങ്കിലും തങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം വിവിധ പ്രശ്നങ്ങളിലും ചോദ്യചിഹ്നങ്ങളുടെ മുമ്പിലായിരിക്കുന്നെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ ഒരു വ്യക്തമായ ദൈവിക സൗഖ്യം വിടുതലും അവർ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ പരിചയത്തിൽ ഹിന്ദി സംസാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കോൺടാക്റ്റ് നമ്പർ ഞങ്ങൾക്ക് അയച്ചു തരിക. ഈ മോർണിംഗ് ഡ്യൂവിൻ്റെ ഹിന്ദി പതിപ്പ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്കും ഈ വീഡിയോകൾ ലഭിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. മറ്റൊരു അക്കൗണ്ടിലൂടെയാണ് നമ്മൾ യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്ക് ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗാഡ് ബ്ലെസ് യു ഓൾ.